മച്ചു വാരി തരും. മറ്റേ പണ്ട് മറ്റേ ടിക്ടോക്കിനകത്ത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നല്ല, വാരി തരട്ട അല്ല എന്തോ കോരി തരട്ട അങ്ങനെ കണ്ടിരുന്നു ഞാൻ. മറ്റേ അതിന ടിക്ടോക്കിനകത്ത് മറ്റേ ഏഞ്ചൽ വി ഡൊമിനിക് ഉണ്ടല്ലോ, അറിയാവോ? ഏഞ്ചൽ വി ഡൊമിനിക്കിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അരച്ചു നിനക്കും ഫുഡ് വാരി തരണോ? കൊടു കൊടു. എടാ നീ ഫുഡ് വാരി കൊടുക്കുമ്പോഴായിരിക്കും ആ പാറ്റ വന്ന് നിങ്ങളുടെ കഞ്ഞിയിൽ വീഴുന്ന ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പിന്നെ പാറ്റ വീണ കഞ്ഞി കുടിക്കേണ്ടി വരും രണ്ടുപേരും കൂടെ. വർക്ക് കഴിഞ്ഞ് വന്നേ ഉള്ളു ആണോ? ആ കുഴപ്പമില്ല കുഴപ്പമില്ല. അർച്ചുവിന്റെ സൗന്ദര്യം വ്ലോഗിന്റെ ലൈവിൽ കളറാകും. ആ അതെ അതെ അതെ, അതാണ് വിജയ് ചേട്ടാ. കേറാൻ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അവള് കേറുന്നില്ല. അവൾക്ക് ജാട അന്നേരം. നീ എനിക്ക് വാരി തരണ്ട കേട്ടോ. നീ എനിക്ക് പൈസ അയച്ചു തന്നാ മതി. ഞാൻ വല്ല ബർഗറോ അൽഫാമോ അങ്ങനെ എന്തെങ്കിലും ഞാൻ മേടിച്ചോളാം. നൈസായിട്ടോ അല്ലോ, ഞാൻ തന്നെ കഴിച്ചോളാം. എന്റെ ലൈവിൽ ഇരുന്ന് കാണിച്ചു തരാം. എന്റെ കൈ നൈസായിട്ടൊന്ന് പൊള്ളി. ഇല്ല കഴിച്ചില്ല, ഡ്യൂട്ടിയിലാണ്. റൂമിൽ പോയിട്ട് കഴിക്കണം. എപ്പ കഴിയൂടാ? 9 മണിക്കോ അതോ 9:30 ആ അതോ, അത് ഞാൻ ചൂടുവെള്ളം കുടിക്കത്തുള്ളൂ. മറ്റേ പച്ചവെള്ളവും തണുത്ത വെള്ളം കുടിക്കത്തില്ല. ഞാനപ്പോ ഇതിനകത്ത് ഫ്ലാസ്കിനകത്ത് താഴെ പോയിട്ട് വെള്ളം ചൂടാക്കി കൊണ്ടുവന്നേ. അത് ഇതിലോട്ട് ഒഴിച്ചപ്പോഴത്തേക്ക് അത് നല്ല ഹീറ്റ് ആയിട്ടിരിക്കുവായിരുന്നു. അങ്ങനെ ആ പിടിയിൽ പിടിച്ചപ്പോഴത്തേക്ക് പൊള്ളി. മച്ചു കേറുന്നുണ്ടോ അതോ ഇല്ലയോ? അതെ, കേറുന്നുണ്ടോ ഇല്ലയോ? മനു എന്താണ് വിശേഷങ്ങൾ? ഓ വിശേഷമൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കണം. ഇനി കുറച്ച് കഴിയുമ്പോൾ ഷാരു ലൈവ് ഇടും, അതിനകത്ത് കയറി അവളെ വെറുപ്പിക്കണം. ഇതൊക്കെ തന്നെ, അല്ല വലിയ വ്യത്യാസം, വലിയ പരിപാടി ഒന്നുമില്ല. ഇവിടത്തെ 8 മണി, നാട്ടിലെ 9:30 ആവുമ്പോൾ. ഓ ഓക്കെ ഓക്കെ, അങ്ങനെയാണോ? പറഞ്ഞല്ലേ. ഒന്നര 2 മണിക്കൂർ വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? പേസ്റ്റ് ഇട്ടാ മതി. അയ്യോ പേസ്റ്റ് ഇടരുത്. പേസ്റ്റ് ഒരിക്കലും ഇടരുത് കേട്ടോ. എല്ലാരും പറയുന്നതാണ് പേസ്റ്റ്, കൈ പൊള്ളിക്കഴിഞ്ഞാൽ പേസ്റ്റ് ഇടണം പേസ്റ്റ്. പക്ഷെ ഒരിക്കലും പേസ്റ്റ് ഇടില്ല കേട്ടോ. പക്ഷെ ചെറിയ നമ്മുടെ ഈ കൈയുടെ ഈ ഈ ഭാഗമൊക്കെയാണ് പൊള്ളിയതെങ്കിൽ മാത്രമേ നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കാവുള്ളൂ. നമ്മുടെ അല്ലാതെ ഈ ഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കരുത്. കാരണം ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് ഈ പുറത്ത്. ഇവിടെ പേസ്റ്റ് ഉപയോഗിക്കില്ല. പേസ്റ്റ് ഇടുമ്പോഴത്തേക്ക് കെമിക്കൽ അല്ലേ അത്, അതൊന്നുകൂടെ ബേൺ ആകത്തതേ ഉള്ളൂ നല്ല പൊള്ളലുണ്ടെങ്കിൽ. ഈ കൈയുടെ ഇവിടെ മാത്രമാണെങ്കിൽ, ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ മാത്രമേ പേസ്റ്റ് ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊള്ളിക്കഴിഞ്ഞാൽ ചെറിയതാണെങ്കിലും അത്യാവശ്യം വലിയ പൊള്ളലാണെങ്കിലും, അല്ല അത്യാവശ്യം നല്ല വലിയ പൊള്ളലാണെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ പോകണം കേട്ടോ. നമ്മൾ അല്ലാതെ ചെറിയ പൊള്ളലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ തണുത്ത വെള്ളത്തിൽ കൊണ്ട് കൈ മുക്കി വെക്കുക, അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ് എടുത്ത് വെക്കുക. അതാണ് ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ്. പേസ്റ്റ് ഒരിക്കലും തേക്കരുത് കേട്ടോ. ഇല്ലടാ, വന്നില്ല. ഞാൻ ഷാരുവിനോട് വന്നപ്പോ മുതൽ ചോദിക്കുക, വന്നില്ല. എന്തൊരു ചെയ്യാൻ. അവൾ ഇന്നലെ എന്നെ പറ്റിച്ച്, ഇന്നും എന്നെ പറ്റിച്ച്. അങ്ങോട്ട് സെറ്റ് ആവുന്നില്ലല്ലോ. ഓക്കെ. സൻലേട്ടൻ കഴിച്ചോ? എന്തോ പരിപാടി? പി കെ ചേട്ടാ, മനു ചോപ്സ്റ്റിക് എടുക്കൂ പറഞ്ഞു കേട്ടോ. അതപ്പോ സനൽ ബ്രോ സെറ്റായി. ഓക്കെ പോയി വരാം. പോയിട്ടോ പോയി കഴിക്കും പോ. ഇല്ല പിന്നെ ലൈവ് ഇടുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ സമയം കിട്ടത്തില്ല. പോട്ടോ പോടി കള്ളി. ഇത് ബ്ലാക്ക് അല്ല, ഇത് ബ്ലൂ ആണ്. ഡാർക്ക് ബ്ലൂ ആണ്. ബ്ലാക്ക് ആയിട്ടാണോ തോന്നുന്നത്? ഇത് ബ്ലൂ ആ. സെഡ് ആവണ്ട, വല്ല ബിസി ആയിരിക്കും. ബിസിയാ, ഇന്നലെ വന്നില്ല. വിജയശേട്ടൻ, നിങ്ങൾക്ക് എന്താണ് ഒരു ചിരി? മൈ മെസ്സേജ് മിസ്സായി. അയ്യോ.